കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ശബരിമലയിലെ വാവരുസ്വാമി BJP-ക്കാർക്കും RS-കാർക്കും അതിനോട് താല്പര്യമില്ല. അതേപോലെ തന്നെ BJP അധികാരത്തിൽ വന്നാൽ മഹാബലിയെ അന്യമായിപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങേക്ക് അറിയാമോ ഈ വാവരുസ്വാമിയെ കുറിച്ച്? അങ്ങ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണല്ലോ, എന്താണ് വാവരുസ്വാമിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? മതപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച ആളാണ് ഞാനും. പക്ഷെ ബാബറെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ബാബർ സ്വാമികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് ഐതിഹ്യമാണ് എന്നാണ് എനിക്കറിയാം. പക്ഷെ BJP-ക്ക് അതിൽ കൃത്യമായിട്ട് ഒരു താല്പര്യവുമില്ല. ബാബർ സ്വാമിയായിട്ടും അയ്യപ്പനായിട്ടും കാണുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിൽ തർക്കവുമില്ല. ബാബർ സ്വാമി അയ്യപ്പൻ്റെതും കൂടെയാണ്. അതായത് അതിപ്പം ഹൈന്ദവർ പറയുന്നത് വാവര് എന്ന് പറഞ്ഞൊരു മുസ്ലിം നാമധാരിയല്ല, ഹൈന്ദവ വിശ്വാസപ്രകാരം വാപുരസ്വാമി എന്നാണ് പറയുന്നത്. ബാബുരസ്വാമിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ബാബർ എന്ന് പറഞ്ഞ അവര് ഇത് ലോപിച്ച് അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അല്ല, ഏകദൈവ വിശ്വാസമാണല്ലോ മുസ്ലിം സമുദായത്തിലുള്ളവർ. ഖുറാനിലോ അങ്ങനെയുള്ള മത പഠനത്തിലെങ്ങനെ ഈ വാവരെ കുറിച്ച് പറയുന്നുണ്ട്? കേട്ടിട്ടേ ഇല്ല, ഞാൻ കണ്ടിട്ടുമില്ല. 33 കോടി ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ് ഹൈന്ദവ സഹോദരങ്ങൾ. അവർക്ക് ബാബറും സ്വാമിയായിരിക്കും, അയ്യപ്പനും സ്വാമിയായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഹൈന്ദവ വിശ്വാസികൾക്ക് അധികാരമുള്ളൂ. പക്ഷേ നിരീശ്വരവാദം അംഗീകരിക്കുന്ന പിണറായിക്ക് അതിനെക്കുറിച്ച് പറയാൻ എന്താ അധികാരം എന്ന് എനിക്കറിയില്ല. ഇപ്പം മുഖ്യമന്ത്രിക്ക് തന്നെ തോന്നി തുടങ്ങി BJP അധികാരത്തിൽ വരും, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തന്നെ പറയുന്നത് വന്നാൽ മഹാബലി പോലും അന്യമായി പോകും, അവിടെ വാമനനായിരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. മുഖ്യമന്ത്രിക്ക് അതൊക്കെ പറയേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ അവസാനത്തെ ഒരു ഊഴം ആണ് ഈ കാണുന്നത്. അതായത് ഞങ്ങൾ പറയും, ഈ വെള്ളം വറ്റാൻ നേരത്തുണ്ട് ഒരു മത്സ്യത്തിനൊരു പടക്കൽ. ആ പടക്കലാണ് കാണുന്നത്. കേരളത്തിൽ തികഞ്ഞും നല്ലൊരു ശതമാനം ആളുകൾ നരേന്ദ്രമോദിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ വളരെ കുറഞ്ഞ ആളുകൾ, 1% ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ സഹായിച്ചാൽ, അതുപോലെ ക്രിസ്ത്യൻ സമുദായം ഒരു 2% ഭാരതീയ ജനതാ പാർട്ടി സഹായിച്ചാൽ നിർബന്ധമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിൻ്റെ ഒരു ശ്വാസം വിടലാണ് ഇപ്പം പിണറായി വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പിണറായിക്ക് ഇതിലൊരു വിശ്വാസവും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു അന്ധവിശ്വാസം ആണ് ഈ ഇപ്പോഴത്തെ ഈ വെപ്രാളം. തീർച്ചയായിട്ടും ഒരു വെപ്രാളം തന്നെയാണല്ലോ. 10 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരീശ്വരവാദമാണ് ഇവർ വിശ്വസിക്കുന്നത്. പിണറായിക്ക് ഒരു ജാതിയിലും കൃത്യമായ വിശ്വാസമില്ലാത്തതാണ്. പക്ഷേ ഇതൊരു പറ്റിക്കൽ സംവിധാനമാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മതാചാരപ്രകാരമുള്ള അവരാളുകൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസം എന്ന ആ ഇസത്തിൽ വിശ്വസിച്ചവരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം. നമസ്കാരം.